ISLന്റെ ഭാവി എന്താവുമെന്നൊരു ആശങ്കയിൽ നിലനിന്നിരുന്ന സമയത്തായിരുന്നു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ പല ക്ലബ്ബുകളും ട്രാൻസ്ഫർ വിൻഡോയിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ക്ലബ്ബുകളും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സും ആ തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ച സാഹചര്യത്തിൽ, അതായത് ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മാസം എൻഡോട് കൂടി തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകൾക്കും തങ്ങളുടെ ബാക്കിയുള്ള സ്ലോട്ടുകൾ ഫില്ല് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിദേശ താരങ്ങളെ കൂടിയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ക്ലബ്ബുകൾ നേരിടുന്നത്. ഇനി ക്ലബ്ബുകൾക്ക് ഫ്രീ ഏജൻ്റായിട്ടുള്ള താരങ്ങളെ മാത്രമേ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ക്ലബ്ബുകൾക്ക് സാധിക്കുന്നതാണ്. സോ ക്ലബ്ബുകൾ നിലവിൽ അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനിലാവാനാണ് സാധ്യതകളുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ISL തുടങ്ങുക ഒരു ലേറ്റ് ഡിസംബറോട് കൂടിയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഡിസംബർ അവസാനിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു ജനുവരി ഫസ്റ്റ് വീക്കോടെ ആയിരിക്കാം ഒരു പക്ഷേ ISLന്റെ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഉണ്ടാവുക ഈ ഒരു സാഹചര്യത്തിൽ. സോ അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾക്കെല്ലാം തന്നെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിന് 3 വിദേശ താരങ്ങളുടെ സ്പോട്ട് ഫില്ല് ചെയ്യുവാനായിട്ടുണ്ട്. പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന ചില അപ്ഡേറ്റുകൾ പ്രകാരം, അതായത് അത്ര കണ്ട് വിശ്വസനീയമായ സോഴ്സിൽ നിന്നൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ലെങ്കിൽ പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് പറ്റുന്ന മീഡിയ സോഴ്സുകളിൽ നിന്നാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കുവാനായിട്ട് മറ്റൊരു ISL ക്ലബ്ബ് രംഗത്ത് ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ക്ലബിൻ്റെ നീക്കമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരം, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ക്ലബ് റെക്കോർഡുകളാവട്ടെ ഒക്കെ തന്നെയുള്ള താരമാണ്. പല താരങ്ങളും ഒക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടുപോയ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടുപോകാതെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര കണ്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ ഇദ്ദേഹത്തെ നിലവിൽ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പഞ്ചാബ് FC രംഗത്തുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വാർത്ത നമ്മൾ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാത്തതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തെ വിട്ടുകളയുമോ എന്നൊരു സംശയം നിലവിൽ ആരാധകർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ പ്രകടനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ സീസണുകളിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേഴ്സ്റ്റ് സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ലെവൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അദ്ദേഹത്തെ പോലെ അത്രയും മികച്ച ഒരു താരമാണ് ലൂണ. സോ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഇനിയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണമെന്നാണ് ഉള്ളത്. സോ അദ്ദേഹത്തെ വിട്ട് കളയുമോ എന്നത് നമുക്ക് അറിയത്തില്ല. 2027 വരെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കോൺട്രാക്റ്റ് ഉണ്ട്. സോ അദ്ദേഹത്തെ കൊടുക്കുമോ എന്ന സംശയത്തിലാണ് ഇവിടെ ഉള്ളത് ആരാധകരെല്ലാവരും. പോരാത്തതിന് അദ്ദേഹത്തോട് കഴിഞ്ഞു പോയ സീസണിൽ എൻഡിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന്. അന്ന് അദ്ദേഹം ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയും ആരാധകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലെ കഴമ്പ് ഒരു ട്രസ്റ്റബിൾ സോഴ്സിന് റിപ്പോർട്ട് വന്നതിനെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ ക്ലബ്ബുകൾ ശ്രമിച്ചേക്കാം. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.